ഈശോ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവിടുന്ന് മനുഷ്യമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്നെ ദ്രോഹിച്ചവരോടും ഒറ്റിക്കൊടുത്തവരോടും ക്ഷമിച്ചുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നോക്കുക, എത്രയോ ഹൃദയഭേദകമായ ഈശോയുടെ കുരിശിലെ മൊഴികൾ. തെറ്റ് ചെയ്ത തൻ്റെ കുഞ്ഞിനോട് അപ്പൻ ക്ഷമിക്കുന്നത് പോലെ അവിടുത്തെ കുരിശിനെ ധ്യാനിക്കുന്നത് ഏതൊരു പ്രാർത്ഥനയെക്കാളും സൗഖ്യം നമുക്ക് പകരും. നിനക്കായി മുറിവേറ്റ അവിടുത്തെ ഉള്ളംകൈ, നിനക്കായി മുറിഞ്ഞ അവൻ്റെ ശിരസ്, അവിടുന്ന് സഹിച്ച വേദനകൾ നിനക്ക് സൗഖ്യമായി. ഇത് നിനക്കും എനിക്കും വേണ്ടിയാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, നമുക്ക് വേണ്ടി കുരിശിലെ യാഗമായ ഈശോയുടെ സ്നേഹം ഈ നോമ്പുകാലത്ത് നമുക്ക് ധ്യാനിക്കാം. എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോയോട്, എനിക്ക് വേണ്ടി പീഡിതനായ ഈശോയോട് എന്തുമാത്രം സ്നേഹവും വിശ്വസ്തയും ഞാൻ പുലർത്തുന്നുണ്ട്. എനിക്കായി ഈശോ ജീവൻ നൽകിയതുപോലെ അവരന് എന്നെ തന്നെ നൽകുവാൻ ആവുന്നുണ്ടോ? ഇതാ നല്ലൊരു സമയം. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് ഈശോയുടെ കുരിശിനെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. അവരുടെ നൊമ്പരത്തിൻ്റെ മുറിവ് വഹിക്കുന്നവരാകാം.